ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം രേവതി നക്ഷത്രത്തിൽ ശനിയുടെ രാശിമാറ്റം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 5 രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണഫലങ്ങളും വിജയവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഈ കാണുന്ന പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക. 5 രാശിയാണ് പറയുന്നത്. ഈ 5 രാശിയുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. കാര്യം നേരത്തെ ഇട്ട വീഡിയോകളിലൊക്കെ ഈ രാശി ഇല്ലല്ലോ ആ രാശി ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അല്ല, ഇത് 5 രാശിയെ മാത്രം കേന്ദ്രീകരിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെയ് മാസം 17 മുതൽ ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നൊരു സമയം. ഇതിനു മുന്നേ സ്വനക്ഷത്രമായിട്ടുള്ള ഉത്രട്ടാതിയിലായിരുന്നു ശനി സഞ്ചരിച്ചു വരുന്നത്. മെയ് 2ാം പകുതി മുതൽ ഒക്ടോബർ ആദ്യവാരം വരെ ശനി രേവതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഏകദേശം ഒരു 6 മാസക്കാലം ഉണ്ടാവും. ശനിയുടെ ഈ ഒരു സഞ്ചാരത്തിൽ ഞാൻ ഈ പറയുന്ന ചില രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. കർമ്മകാരകനാണ് ശനി എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് രീതിയിലുള്ള പ്രവൃത്തിയാണോ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ചെയ്യുന്നത്, ആ രീതിയിലുള്ള ഫലങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലങ്ങളായിരിക്കും ശനി കൂടുതലായിട്ടും പ്രദാനം ചെയ്യുന്നത്. പുണ്യപ്രവർത്തികൾ, ധർമ്മം, സത്യസന്ധത എന്നിവയൊക്കെ വച്ച് പുലർത്തുന്നവർക്ക് ശനി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇത് നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, വഞ്ചന, ദ്രോഹം, മറ്റൊരുവൻ്റെ ധനം അല്ലെങ്കിൽ വസ്തുവകകൾ അപഹരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും ശനി തരുന്നത്. പുണ്യപ്രവർത്തികളും ധർമ്മവും സത്യസന്ധതയും ഒക്കെ വച്ച് പുലർത്തുന്നവർക്ക് ആ രീതിയിൽ കൊടുക്കും. അങ്ങനെയുള്ള ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഗുണഫലങ്ങളായാലും ദോഷഫലങ്ങൾ ആയാലും ശനി അതിൻ്റെ ഫലം തന്നു കഴിഞ്ഞാൽ അത് തന്നതായിരിക്കും. ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെ നടക്കും. ശനി അത് തിരിച്ചെടുക്കുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുക. ശനി ബുധൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഈ ഫലങ്ങളെ കൂടി മുൻനിർത്തി ഇപ്പോൾ നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തി നിലവിലെ ദശ, അന്തർദശ, അപഹാരം, ജാതകത്തിൽ ശനി ശുഭനാണോ അല്ലോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണ്ടുന്ന രീതിയിൽ യഥാവിധി ശനിദോഷ പരിഹാരങ്ങൾ കൂടി നടത്തുകയും ചെയ്യുന്ന പ്രവർത്തികളിൽ നീതി പുലർത്തുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഗുണഫലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ശനി രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശികളിൽ ആദ്യമായിട്ട് വരുന്നത് ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സ്ഥിര വരുമാനം, പ്രതീക്ഷിക്കാത്ത ധനലാഭം, ഈശ്വരാനുകൂലം എന്നിവ വന്നു ചേരുന്നൊരു സമയമാണ്. ആരോഗ്യം അനുകൂല നിലയിൽ വന്നു ചേരും, അല്ലെങ്കിൽ അനുകൂല നിലയിൽ തന്നെ തുടർന്നു പോകും എന്നുള്ളതാണ്. വ്യക്തി സഹായങ്ങൾ ഉണ്ടാകും. കർമ്മമണ്ഡലത്തിൽ ഉയർച്ചയും വിജയവും പ്രതീക്ഷിക്കാവുന്നൊരു സമയം. കുടുംബത്തിൽ ഐശ്വര്യം, സമാധാനം എന്നിവ വന്നു ചേരുന്നൊരു സമയം. ഭൂമി സംബന്ധമായതും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നൊരു കാലഘട്ടമായിരിക്കും. സന്താനങ്ങളുടെ കാര്യം പറയുമ്പോൾ വിജയം ഉണ്ടാകുന്നൊരു സമയം. സന്താന ഭാഗ്യവും വന്നു ചേരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ്. അപ്പോൾ ഈ കർക്കിടകം രാശിയിൽ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. വളരെ ശുഭകരമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടകം രാശിക്കാർക്ക്. ഭാഗ്യസ്ഥാനത്ത് വരുന്ന ശനി എല്ലാ മേഖലകളിലും വിജയം ഉറപ്പാക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം, കുടുംബത്തിൽ വിവാഹം,
ഗൃഹപ്രവേശനം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പ്രശ്നങ്ങൾ മാറിക്കിട്ടും. മാനസിക പ്രശ്നങ്ങൾ മാറി ഐശ്വര്യം വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടുന്നൊരു സമയം. ശത്രുദോഷം അകന്നു പോകുന്നൊരു സമയം. സ്വജന വിരോധങ്ങളും മാറിക്കിട്ടും. യാത്രകൾ വന്നു ചേരുന്നൊരു സമയം, അതായത് ലാഭകരമായിട്ടുള്ള യാത്രകൾ. ആ യാത്രകളിൽ കൂടി ലാഭകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ഈശ്വരാനുഗ്രഹം വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. കൂടാതെ വാഹന ലാഭം, ഭൂമി ലാഭവും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. തുടർന്ന് വരുന്നത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. മാതാപിതാക്കളുടെയോ ഗുരുസ്ഥാനീയരുടെയോ ഒക്കെ അനുഗ്രഹങ്ങൾ ഈ തുലാം രാശിക്കാർക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. സഹോദരങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബന്ധുബലം വർദ്ധിക്കും. പല രീതിയിലും ബന്ധുബലം വർദ്ധിക്കുന്നൊരു സമയം. തൊഴിൽപരമായിട്ടുള്ള ഉന്നതി, സാമ്പത്തിക നേട്ടം, വിദ്യാവിജയം, വിദേശയാത്ര എന്നിവയെല്ലാം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. തുലാരാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു കാര്യങ്ങളാണിതൊക്കെ. ഗൃഹം ഓടി പിടിപ്പിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ പുതുക്കി പണിയുവാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങുവാനും യോഗം കാണുന്നുണ്ട് ഈ ഒരു സമയം. വളരെ വലിയ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. പൂർവികമായിട്ടുള്ള സ്വത്ത് അനുഭവിക്കുവാനും യോഗം വന്നു ചേരുന്നൊരു സമയമാണ്. തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിയിൽ വരുന്നത്. നിങ്ങൾക്ക് മാനസികമായിട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ഒന്നിലധികം തൊഴിൽ നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കും. ഈശ്വര അനുഗ്രഹം ഉണ്ടാകും. തടസ്സത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. തടസ്സത്തിൽ കിടക്കുന്ന ഏതൊരു കാര്യമായിരുന്നാലും, ഒരു ഗവൺമെൻറ് പരമായിട്ടുള്ള ഒരു പേപ്പർ വർക്കുകളോ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കരാർ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോ, അങ്ങനെയുള്ള തടസ്സത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ആരംഭിച്ച് വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പരീക്ഷകളിലൊക്കെ വിജയം, വളരെ നല്ല വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ശരിയായ ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കും. ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. ജോലിയുടെ ആവശ്യത്തിനായിട്ട് സ്വഗൃഹം വിട്ട് മാറി താമസിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാകും. കേസ് വഴക്കുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളുണ്ടാകും. സ്വന്തമായിട്ട് ഗൃഹം, വാഹനം, ഭൂമി എന്നിവ ലഭിക്കുവാനും ലാഭം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഔഷധ സേവയിലൊക്കെ ഫലങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. മറ്റുള്ള ആൾക്കാരാൽ ആദരിക്കപ്പെടും. സന്താനങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് മകരം രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത്. ശനിയുടെ രേവതി നക്ഷത്രത്തിലെ സഞ്ചാരം മൂലം വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു രാശിയാണ് മകരം രാശി. ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. കൂടാതെ ആഗ്രഹ സാഫല്യവും വന്നു ചേരും. പല വഴികളിലൂടെയും ധനവരവ് പ്രതീക്ഷിക്കാം. ബിസിനസ് കാര്യങ്ങൾ ഉയർച്ചയിൽ വരും. തൊഴിൽ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ആരോഗ്യ പ്രശ്നങ്ങളും മാറി സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കർമ്മമണ്ഡലം ഉയർച്ചയിൽ വന്നു ചേരും. പുതിയ ജോലിക്കുള്ള പ്രവേശനാനുമതി നിങ്ങൾക്ക് വന്നു ചേരും. ശത്രുദോഷം മാറിക്കിട്ടും. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. സകല തടസ്സങ്ങളും മാറിക്കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ശനി രേവതി നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം മൂലം, സഞ്ചാരം മൂലം അല്ലെങ്കിൽ രാശിമാറ്റം വഴി 5 രാശിക്കാർക്ക് വരുന്ന ഗുണഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.